ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ അവിൽ മിൽക്ക് ഷേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് ഞങ്ങൾക്ക് ഇളനീർ ജ്യൂസ് അടിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇളനീർ മിൽക്ക് ഷേക്ക് അടിച്ച് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇളനീർ പൾപ്പും അതേപോലെ തന്നെ ഇളനീരിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഇളനീരിൻ്റെ കേട്ടോ. പിന്നെ പാല്, ഒരു കട്ടപ്പാലാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. പിന്നെ വെള്ളമൊന്നും കൂടുതൽ ചേർത്ത് കൊടുക്കരുത്, കുറച്ച് കട്ടിയിൽ തന്നെ അടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലോട്ടേക്ക് പഴം ചേർത്ത് കൊടുക്കാം. മൈസൂർ പഴം ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അഥവാ അതില്ല എന്നുണ്ടെങ്കിൽ പൂവൻ എടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും വെച്ചിട്ടൊന്ന് നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കാം. പിന്നെ വേണ്ടത് പൊരി അവില കേട്ടോ. ഞാനിവിടെ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. പൊരി അവിലെന്ന് പറഞ്ഞിട്ട് ഷോപ്പിൽ ചോദിച്ചാൽ തന്നെ കിട്ടും കേട്ടോ. ഇതിന് ഈ അവിലാണ് വേണ്ടത്, സാധാ അവിലല്ല കേട്ടോ വേണ്ടത്, ഈ അവിലാണ് വേണ്ടത്. ഇനി ഗ്ലാസ്സിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതൊക്കെ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. പിന്നെ വറുത്ത നിരക്കടല എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കൂടുതൽ ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങളുടെ ഇളനീർ ഷേക്കും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇളനീരിന് പകരമായിട്ട് ആപ്പിൾ ഷേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേക്കൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇളനീർ ഷേക്കിനും പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ ഉടച്ച് മാറ്റി വെച്ചിരുന്ന പഴം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ബൂസ്റ്റ് അടിപൊളിയാണ്, ഇതിൻ്റെ കൂടെ നല്ല ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് ബൂസ്റ്റും എന്തായാലും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ബൂസ്റ്റും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബൂസ്റ്റോ ഹോർലിക്സോ ഏതായാലും കുഴപ്പമില്ല, പക്ഷേ ബൂസ്റ്റാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ വേണ്ടത് നിങ്ങൾക്ക് പിന്നെ ഐസ്ക്രീം വേണം. അത് ഏതായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വാനില ഐസ്ക്രീം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ ബട്ടർ സ്കോച്ചിൻ്റെയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം വാനില ഐസ്ക്രീമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. പിന്നെ അതിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ കടലയും ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ചേർത്ത് കൊടുത്ത് ബൂസ്റ്റും കൂടി ചേർത്തിട്ട് നിങ്ങളുടെ അവിൽ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്കാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ടാറ്റാ.